ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുമ്പളങ്ങത്തോടും ഉരുളക്കിഴങ്ങും കൊണ്ട് നല്ല രുചിയുള്ള ഒരു തോരനാണ്. കുമ്പളങ്ങ മുറിക്കുന്ന സമയത്ത് തന്നെ കുമ്പളങ്ങത്തോട് കുറച്ച് കട്ടിയിൽ മുറിച്ചെടുത്ത് ഇതിൻ്റെ പുറത്തു ഭാഗത്ത് ഉള്ള വെള്ള കളറൊന്ന് ഇതുപോലെ കളഞ്ഞെടുത്ത് നീളത്തിൽ കീറി എല്ലാം ഇതുപോലെ എടുത്ത ശേഷം ചെറുതായി മുറിച്ചെടുക്കണം. കുമ്പളങ്ങ കറി വെക്കാൻ മുറിക്കുന്ന സമയത്ത് തോട് ഇതുപോലെ നമ്മൾ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ കുമ്പളങ്ങ കറി വെക്കുന്ന സമയത്ത് ഒരു തോരനും കൂടെ ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. തോട് വെറുതെ കളയാതെ നമുക്ക് തോരനും കൂടെ റെഡിയാക്കാം. നല്ല രുചിയുള്ള തോരൻ നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക. ഇനി ഇത് നേരിയതായി മുറിച്ചെടുക്കണം. ഒരു ഉരുളക്കിഴങ്ങും ഇതിൻ്റെ കൂടെ ഇതേപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നത്. രാവിലെ തന്നെ ചോറും കറികളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ജോലികളെല്ലാം തീർത്ത് ഇഷ്ടം പോലെ സമയം കിട്ടും. ഇനി ഇതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങും കൂടെ തൊലി കളഞ്ഞ് മുറിച്ച് ചേർത്ത് കഴുകി ഉപ്പും മഞ്ഞളും വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. രാവിലെ തന്നെ ഇഡ്ഡലി സാമ്പാറുമാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ചോറ് കുക്കറിലാണ് വെക്കുന്നത്. ഒരു വിസിൽ വന്ന് ഓഫ് ചെയ്ത് തുറന്നെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കലത്തിൽ വെക്കുന്ന അതേ ടേസ്റ്റുള്ള ചോറ് നമുക്ക് കുക്കറിൽ 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി കുമ്പളങ്ങ കഷ്ണങ്ങളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളമൊഴിച്ച് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ചേർക്കാൻ തേങ്ങ ചിരകിയെടുക്കുക. ചോറ് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഷ്ണങ്ങൾ കുമ്പളങ്ങ ഓട് വെന്തു. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കണം. അത് ചതച്ച് അതിലേക്കിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ നോക്കി വാങ്ങി വെക്കാം. ഇനി ഇതിലേക്ക് താളിപ്പിനായി ഒരു കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുന്ന സമയത്ത് കടുക്, 2 ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ നല്ലപോലെ മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കുമ്പളങ്ങത്തോട് ഉപ്പേരി റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. Thank you for watching.